ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 14-ാം തീയതി 3 മലയാളം സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പ്രതീക്ഷയുള്ള സിനിമകൾ എന്നൊക്കെ പറയാവുന്ന സിനിമകൾ കൂട്ടത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. 3 സിനിമകളും നാളെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ 3 സിനിമകളുടെയും ബുക്കിംഗ് സ്റ്റാറ്റസ് ഒപ്പം തന്നെ സിനിമകളെ കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തലുകളെല്ലാം തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ദാവീദ് ആന്റണി വർഗീസ് നായകനെത്തുന്ന മലക്കോട്ടെ വാലിബൻ നിർമ്മാതാക്കളുടെ ഏറ്റവും പുതിയ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന നാളെ റിലീസ് ചെയ്യുന്ന സിനിമയാണ്. ഒരു ആക്ഷൻ എന്റർടൈനർ സിനിമയാണെങ്കിലും നിലവിൽ 3 സിനിമകളിൽ ഏറ്റവും താഴെ തട്ടിലാണ് സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസും ഹൈപ്പെല്ലാം തന്നെ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ അത് സച്ചിൻ ഗോപു അനുശ്വര രാജൻ കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന പൈങ്കിളിയാണ്. സിനിമയ്ക്ക് റൊമാൻസ് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ബുക്കിംഗ് നിലവിൽ പ്രീസെയിൽ കളക്ഷന്റെ കാര്യത്തിലെല്ലാം തന്നെ നടക്കുന്ന സിനിമയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ജിത്തു മാധവനും ഒപ്പം തന്നെ ഫഹദും ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം എന്നത് സിനിമയിൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്നു. ഇനി നാളെ റിലീസ് ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ റൊമാൻസ് എന്ന സിനിമയാണ് നിലവിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ പ്രീ സെയിൽ കളക്ഷന്റെ കാര്യത്തിലും പ്രീ റിലീസ് ഹൈപ്പിന്റെ കാര്യത്തിലും ബുക്കിങ്ങിന്റെ കാര്യത്തിലെല്ലാം തന്നെ ഒന്നാമത് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പ്രേമലുമാണ് തിയേറ്ററുകളിലെ തരംഗമായതെങ്കിൽ ഇത്തവണ റൊമാൻസ് പോസിറ്റീവ് നേരിടുത്താൽ ഉറപ്പായിട്ടും തരംഗമാകുമെന്നൊരു സൂചനയാണ് നിലവിലെ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് നൽകുന്നത്. നിലവിൽ പ്രിവ്യൂ റിപ്പോർട്ടെല്ലാം തന്നെ സിനിമയ്ക്ക് അനുകൂലമാണ്. കാത്തിരിക്കാം ഈ സിനിമയുടെ ഉൾപ്പെടെയുള്ള 3 സിനിമകളുടെയും നാളെ വരാനിരിക്കുന്ന ആദ്യത്തെ പ്രതികരണങ്ങൾ കേട്ട്. നമ്മുടെ ലാലേട്ടൻ ഗസ്റ്റ് റോളിൽ എത്തുന്ന ഒരു തെലുഗു പാനന്തൻ സിനിമ ഈ വർഷം ഏപ്രിൽ മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ടല്ലോ. ലാലേട്ടനും പ്രഭാസും അക്ഷയ് കുമാർ എല്ലാം തന്നെ ഗസ്റ്റ് റോളിലെത്തുന്ന സിനിമ കണ്ണപ്പ എന്ന സിനിമയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമയിലെ ലാലേട്ടന്റെ പ്രതിഫലത്തെക്കുറിച്ച് സിനിമയിലെ നായകൻ കൂടിയായ വിഷ്ണു മഞ്ജു വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത് പ്രകാരം ലാലേട്ടൻ പ്രതിഫലം വാങ്ങാതെ അഭിനയിച്ച ഒരു തെലുഗു സിനിമയാണ് കണ്ണപ്പ എന്നാണ് വ്യക്തമാകുന്നത്. വിഷ്ണു മഞ്ജുവിന്റെ അച്ഛൻ മോഹൻ ബാബുവും ഒത്തുള്ള ലാലേട്ടന്റെ സൗഹൃദമാണ് പ്രതിഫലം വാങ്ങാതെ ലാലേട്ടൻ സിനിമയിൽ അഭിനയിക്കാൻ കാരണമെന്ന് കൂടി ഇതിനോടകം തന്നെ സിനിമയിലെ നായകൻ വെളിപ്പെടുത്തുന്നു. കഴിഞ്ഞ വർഷം ന്യൂസിലൻഡിലായിരുന്നു ഏകദേശം 5ഓളം ദിവസത്തെ ലാലേട്ടന്റെ സിനിമയിലെ ഷൂട്ടിംഗ്. കാത്തിരിക്കാം റിലീസിനായിട്ട്.